സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി രാജ്യതലസ്ഥാനത്ത് നിർമ്മിച്ച കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. ആഭ്യന്തരം, വിദേശകാര്യം, ഗ്രാമവികസനം, പെട്രോളിയം എന്നീ മന്ത്രാലയങ്ങളാണ് കർത്തവ്യ ഭവനിൽ പ്രവർത്തിക്കുക. 1.5 ലക്ഷം സ്ക്വയർ മീറ്ററിൽ 7 നിലകളിലായാണ് കർത്തവ്യ ഭവൻ നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി രാജ്യതലസ്ഥാനത്ത് നിർമ്മിച്ച കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. ആഭ്യന്തരം, വിദേശകാര്യം, ഗ്രാമവികസനം, പെട്രോളിയം എന്നീ മന്ത്രാലയങ്ങളാണ് ഇനി മുതൽ കർത്തവ്യ ഭവനിൽ പ്രവർത്തിക്കുക. വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. 1.5 ലക്ഷം സ്ക്വയർ മീറ്ററിൽ 7 നിലകളിലായാണ് കർത്തവ്യ ഭവൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്നത്. വലിയൊരു നാഴികക്കല്ലായി തന്നെ സെൻട്രൽ വിസ്ത പദ്ധതി ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പരിശോധിക്കാൻ സാധിക്കും. രാജ്യതലസ്ഥാനത്താണ് കർത്തവ്യ ഭവൻ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് കർത്തവ്യ ഭവൻ സമർപ്പിക്കുകയാണ്. ആഭ്യന്തരം, വിദേശകാര്യം, ഗ്രാമവികസനം, പെട്രോളിയം എന്നീ മന്ത്രാലയങ്ങൾ ഇനി മുതൽ കർത്തവ്യ ഭവനിലായിരിക്കും പ്രവർത്തിക്കുക. വളരെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് 1.5 ലക്ഷം സ്ക്വയർ മീറ്ററിൽ 7 നിലകളിലായി കർത്തവ്യ ഭവൻ നിർമ്മിച്ചിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായാണ് രാജ്യതലസ്ഥാനത്ത് കർത്തവ്യ ഭവൻ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് കർത്തവ്യ ഭവൻ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആഭ്യന്തരം, വിദേശകാര്യം, ഗ്രാമവികസനം, പെട്രോളിയം എന്നീ മന്ത്രാലയങ്ങളാണ് കർത്തവ്യ ഭവനിൽ ഇനി മുതൽ പ്രവർത്തിക്കുക. 1.5 ലക്ഷം സ്ക്വയർ മീറ്ററിൽ 7 നിലകളിലായാണ് കർത്തവ്യ ഭവൻ എന്ന ബൃഹത് പദ്ധതി ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് 12:15 ഡൽഹിയിലെ കർത്തവ്യ ഭവൻ സന്ദർശിക്കുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് കർത്തവ്യ ഭവൻ സമർപ്പിച്ചിരിക്കുകയാണ്. 6:30 കർത്തവ്യ പഥിൽ നടക്കുന്ന പൊതുപരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ വളരെ ബൃഹത്തായ പദ്ധതി അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി രാജ്യതലസ്ഥാനത്ത് നിർമ്മിച്ച കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണല്ലേ? പുതിയ കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനൊപ്പം മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 12:15 അദ്ദേഹം ഈ കർത്തവ്യ ഭവൻ പുതിയ സമുച്ചയം രാഷ്ട്രത്തിന് സമർപ്പിക്കും എന്നുള്ളത് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന പരിപാടിയാണ്. ആ കൃത്യസമയത്ത് അദ്ദേഹം എത്തി ഈ കർത്തവ്യ ഭവൻ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്, രാഷ്ട്രത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ച അത്യാധുനിക കെട്ടിടമാണ് കർത്തവ്യ ഭവൻ. നിരവധി സർക്കാർ വകുപ്പുകൾ, മന്ത്രിമാരെയും വകുപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു കെട്ടിടമായി ഇത് മാറാൻ പോവുകയാണ്. അങ്ങനെ കാര്യക്ഷമത, നവീകരണം, സഹകരണം എന്നിവ വളർത്തിയെടുക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ഈ കർത്തവ്യ ഭവന്റെ പുതിയ കെട്ടിടം ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ടത്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആധുനികവും കാര്യക്ഷമവും പൗരകേന്ദ്രീകൃതവുമായ ഭരണം എന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിലെ പ്രധാന നാഴികക്കല്ലാണ് പദ്ധതി എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. കർത്തവ്യ ഭവൻ 303 എന്നുള്ളത് സെൻട്രൽ വിസ്റ്റയുടെ വിശാലമായ ഒരു പരിവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട്. വലിയ സെൻട്രൽ വിസ്റ്റ പ്രൊജക്ട് നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള ഒരു കെട്ടിടം എന്ന രീതിയിലാണ് ഇതിനെ കണക്കാക്കുന്നത്. കൂടാതെ വരാനിരിക്കുന്ന നിരവധി കോമൺ സെൻട്രൽ സെക്രട്ടേറിയറ്റ് കെട്ടിടങ്ങളിൽ ആദ്യത്തേത് എന്ന് പറയാവുന്നതുമാണ് നിലവിൽ ഈ കെട്ടിടം. 1950കളിലും 70കളിലും നിർമ്മിച്ച ശാസ്ത്രി ഭവൻ, കൃഷിഭവൻ, ഉദ്യോഗ് ഭവൻ, അതോടൊപ്പം തന്നെ നിർമ്മൽ ഭവൻ എന്നിവയുൾപ്പെടുന്ന പലതും കാലഹരണപ്പെട്ട കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പുതിയ സൗകര്യങ്ങളോടെ, പുതിയ ഊർജം
ഇവയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഓഫീസുകളെല്ലാം ഇവിടേക്ക് മാറും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഓഫീസ് സമുച്ചയം ഏകദേശം 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 2 ബേസ്മെന്റുകളിലും 7 നിലകളിലുമായി വ്യാപിച്ചു കിടക്കുന്നതാണ്. ആഭ്യന്തര വിദേശകാര്യ ഗ്രാമവികസന MSME DOPT പെട്രോളിയം ആൻഡ് പ്രകൃതിവാതക മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ എന്നിവയുടെ ഓഫീസുകൾ, അങ്ങനെ വിപുലമായ ഓഫീസുകളും മന്ത്രാലയങ്ങളും എല്ലാം ഇനി ഈ കെട്ടിടത്തിലായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. പുതിയ സൗകര്യം എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടി നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നതും. കൂടാതെ അത്യാധുനിക സാങ്കേതിക വിദ്യയും സുരക്ഷിതവും ഭാവിക്ക് അനുയോജ്യമായതുമായ ജോലിസ്ഥലം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും കൂടുതൽ ഒരു സൗകര്യപ്രദമായ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സോളാർ പാനലുകൾ, സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം, മഴവെള്ള സംഭരണം തുടങ്ങി അതുല്യമായ സവിശേഷതകൾ ഈ സെൻട്രൽ വിസ്റ്റയിൽ കെട്ടിടത്തെ വേറിട്ട് നിർത്തുന്നുണ്ട്. സീറോ ഡിസ്ചാർജ് മാലിന്യ മാനേജ്മെന്റ്, ഇൻഹൌസ് ഖരമാലിന്യ സംസ്കരണം, ഈ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയിലൂടെ പരിസ്ഥിതി അവബോധം ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് കർത്തവ്യ ഭവന് മേൽക്കൂരയിലെ സോളാർ പാനലുകൾ പ്രതിവർഷം 5.34 ലക്ഷം യൂണിറ്റിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും എന്നുള്ളത് കൂടി ഇതിന്റെ പ്രത്യേകതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാഷ്ട്രത്തിന് ഇത് സമർപ്പിച്ചിരിക്കുന്നു. ആധുനികവും കാര്യക്ഷമവും പൗരകേന്ദ്രീകൃതവുമായ ഭരണമെന്ന പ്രധാനമന്ത്രിയുടെ ദർശനത്തോടുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയിലെ ഒരു പ്രധാന നാഴികക്കല്ലായി കർത്തവ്യ ഭവനെ അടയാളപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെൻട്രൽ വിസ്റ്റയുടെ വിശാലമായ പരിവർത്തനത്തിന്റെ ഭാഗമായാണ് കർത്തവ്യ ഭവൻ ഇപ്പോൾ നിർമ്മാണം ഉണ്ടായിരിക്കുന്നത്. ഭരണപരമായ പ്രക്രിയകൾ കാര്യക്ഷമമാക്കുന്നതിനും അതിവേഗ ഭരണം സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വരാനിരിക്കുന്ന നിരവധി പൊതു സെൻട്രൽ സെക്രട്ടേറിയറ്റ് മന്ദിരങ്ങളിൽ ആദ്യത്തേതാണ് ഇതെന്നൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ ശ്രീകാന്ത്. ശരി, എന്തായാലും ബൃഹത്തായ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാഷ്ട്രത്തിന് അദ്ദേഹം ആ പദ്ധതി സമർപ്പിച്ചിരിക്കുകയാണ്. കർത്തവ്യ ഭവൻ നാടിന് സമർപ്പിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് 6:30 അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം അഭിസംബോധന ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.